പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുത്തൻ പുലരി ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് നൽകി തന്ന ദൈവകൃപയോർത്ത്, ദൈവത്തിൻ്റെ സ്നേഹമോർത്ത്, കരുണയോർത്ത് കർത്താവിനോട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് ദൈവചിന്തയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ വചനധ്യാനത്തിനായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. Psalms 27 verse 13 and 14. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. നമുക്ക് ഒത്തിരി സുപരിചിതമായതും കൂടെ പറഞ്ഞു കേൾക്കുന്നതും കൂടെ കേൾക്കുന്നതുമായ വാക്കാണ്. 27-ാം സങ്കീർത്തനം നമുക്ക് സുപരിചിതമാണ്. അതിലെ മിക്ക പദങ്ങളും സുപരിചിതമാണ്. യഹോവ എൻ്റെ വെളിച്ചവും ജീവന്റെ രക്ഷ്യമാകുന്നു, എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും, ഞാൻ ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും നിർഭയമായിരിക്കും, കൂടെ അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൻ്റെ മറവിൽ ഒളിപ്പിക്കുന്ന യഹോവയെ പരിചയപ്പെടുത്തിയും നമുക്ക് പരിചയമുണ്ട്. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും മാറോട് ചേർത്ത് പിടിക്കുന്ന ദൈവത്തെ നമുക്ക് പരിചയമുണ്ട്. മുഖം മറയ്ക്കാതിരിക്കുന്ന ദൈവത്തെ നമുക്ക് പരിചയമുണ്ട്. ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവത്തെ നമുക്കറിയാം. അതിൻ്റെ അവസാനത്തെ വാക്യമാണ് പറയുന്നത്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇതിനകത്തെ വാക്യം നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. സോ ഈ ജീവൻ എന്ന് പറയുന്ന വാക്കിന് സോയ ആൻഡ് സൂക്കെ 2 പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനകത്ത് നിത്യജീവനെ കുറിക്കുന്ന അഥവാ ഈ ഭൂമുഖത്തെ ജീവനെ മാത്രമല്ല, ഒരു നിത്യജീവനെ കൂടി കുറിക്കുന്ന ജീവനെ കുറിച്ച് എഴുതിയിട്ട് പറയുക, ഈ ജീവനുള്ള ദേശത്ത് യഹോവയെ കാത്തിരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി പ്രത്യാശിച്ചിരിക്കുമ്പോൾ, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ, ദൈവത്തിന്റെ നന്മ നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. അതൊരൊറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് നീതി ചെയ്ത്, നന്മ ചെയ്ത്, അനീതി ചെയ്യാതെ, അനീതി കണ്ടിട്ടും അതിൽ നിന്നും മാറി നിന്ന് ദൈവമുണ്ട് എന്നും ദൈവം ഒരു പ്രതിഫലം തരുമെന്നും ദൈവം നീതിക്ക് തക്ക പ്രതിഫലം തരുമെന്നും വിചാരിച്ച് ദൈവത്തിനായി കാത്തിരുന്നിട്ട് മനം മടുക്കാതിരിക്കുവാനുള്ള ഒരു വാക്കാ പറയുന്നത്. ജീവനുള്ളവരുടെ ദേശത്ത് കൂടെ നീതിയായി നടക്ക ഒരു നന്മയുണ്ടാകുമെന്നും നിന്റെ സ്വഭാവം, നിന്റെ ക്യാരക്ടർ കളയാതിരിക്കുക, നന്മയുണ്ടാകുമെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഇരുന്നിട്ട് നന്മയുണ്ടാകുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ഇതിനകത്ത് പറയുന്ന വാക്ക് ജീവനുള്ളവരുടെ ദേശത്ത് നന്മയുണ്ടാകുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. അടുത്ത വാക്ക് പറയുന്നു, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഇത് പറയുമ്പോൾ ആ അവസാനം ഒരു പ്രചോദിപ്പിക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന, എക്സോട്ട് ചെയ്യുന്ന, എഡിഫൈ ചെയ്യുന്ന ഒരു വാക്കാണ്. അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, ധൈര്യപ്പെട്ടിരിക്കട്ടെ, ഉറപ്പിക്കുക, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോ എവിടെയോ ഒരു സാഹചര്യത്തിൽ ഒന്ന് ചഞ്ചലപ്പെട്ടു പോയതുപോലെ ഉണ്ട്, അല്ലെ? ഒന്ന് കലങ്ങിപ്പോയതുപോലെ, ഒന്ന് ഇളകിപ്പോയതുപോലെ. ഈ വാക്യം ഇങ്ങനെ 37-ാം സങ്കീർത്തനം പറയുന്നത്, ദുഷ്ടന്മാരുടെ 73-ാം സങ്കീർത്തനം ആവർത്തിക്കുന്നുണ്ട്. ദുഷ്ടന്മാരുടെ ആ സൗഖ്യം കണ്ടിട്ട്, അവരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി, ദുഷ്ടന്മാരോട് എനിക്ക് അസൂയ തോന്നി, അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. ഇങ്ങനെ ഒരു ചെറിയ ചഞ്ചലപ്പ്. അനീതി ചെയ്യുന്നവൻ ബലപ്പെടുന്നു, നീതി ചെയ്യുന്നവൻ താഴ്ന്നു പോകുന്നു. അനീതി
നീതി ചെയ്യുന്നവന് സന്തോഷം വരുന്നു, അത് നീതി ചെയ്യുന്നവന് അവന് സങ്കടം വരുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ നീതി മറിഞ്ഞു പോയല്ലോ, നമ്മുടെ നീതി കിട്ടിയില്ല എന്ന് പറയില്ല. നമുക്ക് നീതി കിട്ടിയില്ല. പണത്തിനും പ്രാപ്തിക്കും പൊസിഷനും വേണ്ടി നമ്മുടെ നീതി മറിഞ്ഞു പോയി. എനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്ന ഇടത്ത് ഇന്ന് പറയട്ടെ, ആ നീതി കിട്ടിയില്ലെന്ന് പറഞ്ഞ് ചഞ്ചലപ്പെടുന്ന ഇടത്ത്, വേദനിക്കുന്ന ഇടത്ത്, അന്ന് ഒന്ന് മാറി ഹൃദയം തകരുന്ന ഇടത്ത് ഇന്ന് ആത്മാവിൽ ഉറപ്പിച്ച് പറയാം, നീതി തരുന്നൊരു ദൈവമുണ്ട്, നീതി തരുന്നൊരു ദൈവമുണ്ട്. അതിനുവേണ്ടി നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കാം. അതെ, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. എന്തിനാ ധൈര്യം എന്നറിയോ? ഹൃദയം ഉറച്ചിരിക്കട്ടെ. നീ ചഞ്ചലപ്പെടണ്ട. നീ ചെയ്തത് നീതിയാണെങ്കിൽ, നീ ചെയ്തത് കർത്താവിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നോക്കുമ്പോൾ നിഷ്കളങ്കത്തോടെയാണെങ്കിൽ ധൈര്യപ്പെട്ടിരിക്കുക, ഉറച്ചിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതുകൊണ്ടാ പറയുന്നത്. അതുകൊണ്ട് സങ്കീർത്തനത്തിന്റെ അവസാനം ദാവീദ് പറയുക, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഇതേ സാഹചര്യങ്ങൾ മുഴുവൻ എതിരായി പോകും. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ സാഹചര്യങ്ങൾ മുഴുവൻ എതിരാകും. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ലാസ്റ്റ് മൂമെന്റ് വരെ ചിലപ്പോൾ നോക്കിയിരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാലേ, ഈ അനീതിയുള്ള ഒരു കൂട്ടര് കൂടിയിട്ട് പറഞ്ഞു, ദാനിയേലിന്റെ പിന്നാലെ മാസങ്ങൾ നടന്നു ഒരു കുറ്റം കണ്ടുപിടിക്കാനാ. ദിവസങ്ങൾ നടന്നു, കുറ്റം കാണുന്നില്ല. അവസാനം ഒരു കുറ്റം കണ്ടെത്തി. യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നു, കുറ്റം കണ്ടെത്തി. രാജാവിനെ കൊണ്ട് നിയമം എഴുതിച്ചു. രേഖ വിരോധമെന്ന് ദാനിയേൽ കണ്ടു. കേട്ടോ, രേഖ വിരോധമാ. അപ്പോഴെ ഹൃദയം ചഞ്ചലപ്പെടുവോ? രേഖ വിരോധമാണ് എന്ന് പറയുമ്പോൾ, ശക്തനായ പ്രവാചകനായ ഏലിയാവിനെതിരായിട്ട് ഇസബേൽ എന്നത് പറയുന്ന സ്ത്രീ രേഖ എഴുതിയില്ല, നാവ് കൊണ്ടൊരു കൽപ്പന പറഞ്ഞപ്പം ഹൃദയം ഇളകി, ഒന്ന് ഹൃദയം ചഞ്ചലപ്പെട്ടു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ദാനിയേല് ഒന്ന് ഹൃദയം ചഞ്ചലപ്പെടേണ്ട കാര്യമില്ല. രേഖ വിരോധമാണെന്ന് കാണുമ്പോൾ പ്രാർത്ഥന മാറ്റിവെക്കാതെ, പ്രാർത്ഥിക്കേണ്ടെന്ന് വിചാരിക്കാതെ നേരെ യെരൂശലേമിന്റെ നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് താൻ പതിവ് ചെയ്യുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം അതേ യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുമ്പോ കണ്ടു നിൽക്കുന്നവർ പറയും, കുഞ്ഞെ ഒരു 2 ദിവസത്തേക്ക് ഇതൊക്കെ സാഹചര്യമൊക്കെ എങ്ങനെയല്ലേ, ഒരു പ്രാർത്ഥനയെന്ന് മാറ്റിവെക്കുക, അല്ലെങ്കിൽ നിനക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാമല്ലോ, ആരും കാണാതെ പ്രാർത്ഥിക്കില്ല. അവൻ പതിവ് രേഖ വിരോധമാണെന്നറിയുമ്പോൾ ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി വരണം. മറുപടി അല്ല ഉണ്ടാകുന്നു, ഗൂഢാലോചന കൂടുന്നു. ഇവിടെ പ്രാർത്ഥിക്കുന്നു, മറുസൈഡിൽ ഗൂഢാലോചന കൂടുന്നു. റൂമിനകത്ത് പ്രാർത്ഥിക്കുന്നു, പതിവ് പ്രാർത്ഥന ഉയരുന്നു, മറ്റേ സൈഡിൽ ഗൂഢാലോചന. ആരാണോ നിയമം ഉണ്ടാക്കി അവരോട് ചേർന്ന് രാജാവിനെ നിർബന്ധിക്കുന്നു. രാജാവിനെ ഇടം വലം വിടാതെ രാജാവിനെ നിർബന്ധിക്കുന്നു. രാജാവിനെ ഒപ്പുവെച്ചതിൽ ഉറച്ചു നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ പ്രാർത്ഥന നടക്കുന്നു, അടുത്ത സ്ഥലത്ത് ഗൂഢാലോചന കൂടുന്നു, അതിന് രാജാവിനെ നിർബന്ധിക്കുന്നു. ഇവിടെ പ്രാർത്ഥന നടക്കുന്നു, മറ്റടുത്ത് സിംഹക്കൂട് ഒരുങ്ങുന്നു. പ്രാർത്ഥന ശക്തിപ്പെടുന്നു, സിംഹക്കൂട് ഒരുങ്ങുന്നു. പ്രാർത്ഥന ശക്തിപ്പെടുന്നു, സിംഹക്കൂട്ടിലേക്കുള്ള വഴി അടുത്തടുത്ത് വരുന്നു. പ്രാർത്ഥന വീണ്ടും 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 ശക്തിപ്പെടുന്നു, അതനുസരിച്ച് സിംഹക്കൂട്ടിലേക്കുള്ള അടുപ്പം കൂടി വരുന്നു. പ്രതീക്ഷിക്കുന്നതിലൊരു വ്യത്യാസമില്ലേ പ്രിയരെ? പ്രാർത്ഥന കൂടുമ്പം സിംഹക്കൂട് അകന്നു പോകണം, അനർത്ഥം അകന്നു പോകണം. പ്രാർത്ഥന കൂടി അതേ സിംഹക്കൂട്ടിലേക്കുള്ള വഴി അടുത്തു വരികയാ. പ്രാർത്ഥന കൂടി പ്രാർത്ഥന അവസാന ദിവസവും പ്രാർത്ഥന വന്നു. വേറെ ഒരു ഉപാധിയുമില്ല. ദാനിയേലിനെ പിടിച്ചു കെട്ടി. രക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ള രാജാവിനോ കൂടെ നിൽക്കുന്ന ഒരാളോ കഴിയാതെ പിടിച്ചു കെട്ടി ആ സിംഹക്കൂട്ടിനകത്തേക്ക് കൊണ്ടിരുന്നു. വെറുതെയെങ്കിലും ഒരു ചോദ്യമില്ലേ? ഹൃദയം ഇളകിയോ? ഹൃദയം ചഞ്ചലപ്പെട്ടോ? പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ലോ, പ്രാർത്ഥിച്ചിട്ടും ഇവരെ കൊണ്ട് സിംഹക്കൂട്ടിലിട്ടല്ലോ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ചോദ്യമല്ലേ, ചോദ്യചിഹ്നമല്ലേ ചിലപ്പോഴൊക്കെ? അവിടെയാണ് ഈ വാക്കിന്റെ പ്രസക്തി. അതേ ദാനിയേലേ, ശദ്രക്കേ, മേശക്കേ, അബേദ്നെഗോവേ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. എന്റെ ഭാഷയിൽ പറയാം, ഈ 1 മാസത്തെ പ്രാർത്ഥന, ഗൂഢാലോചന നടക്കുമ്പോഴും പ്രാർത്ഥന, ഗൂഢാലോചന കൂടുമ്പോഴും പ്രാർത്ഥന, സിംഹക്കൂടിലേക്കുള്ള വഴി അടുക്കുമ്പോഴും പ്രാർത്ഥന, ആ കൂടിന്റെ അടുപ്പം കൂടി
സിംഹത്തിലേക്കുള്ള വഴി അടുക്കപ്പെട്ട പ്രാർത്ഥന സ്വർഗത്തിൽ സ്വരൂപിച്ചു വെക്കുകയായിരുന്നു. കണ്ണുനീര് സ്വർഗത്തിൽ തുരുത്തിയിലാക്കി വെക്കുന്നു എഴുതിയതൊക്കെ പോലെ പ്രാർത്ഥന ഓർമ്മയുടെ പുസ്തകത്തിൽ കൂട്ടി 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 എഴുതുക. ആ പ്രാർത്ഥനയെല്ലാം കൂടെ കൂട്ടി എഴുതി. മറുപടിയുടെ ഒരു ലാഞ്ചന കാണാനില്ല, മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. അബ്രഹാമിനെ പോലെ കാത്തിരുന്ന ഒരു പ്രതീക്ഷയില്ല, മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. സിംഹക്കൂട്ടിൽ വീഴുന്നത് വരെ വീണപ്പോ കണ്ടു നിന്നവരും പറഞ്ഞു ഇനി രക്ഷയില്ല, ഇനി രക്ഷയില്ല, ഇല്ല ഇല്ല ഇല്ല. അതിനിടയ്ക്കും ദാനിയേൽ രാജാവ് പറഞ്ഞു ഇല്ലെന്നേ, ദാനിയേലെ സേവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ ആ ദൈവം വിടുവിക്കും. ആ രാജാവിനെ പോലെ വിശ്വാസം, അത് മനുഷ്യന്റെ ജീവിതം അതുപോലെയാ. പിറ്റേ ദിവസം ഒന്ന് നോക്കിക്കേ, സിംഹക്കുട്ടിനകത്തേക്ക് പിടിച്ചിട്ട ദാനിയേലിനെ അന്വേഷിച്ച് രാജാവ് ചെല്ലുകയാ. ഇവിടെ പ്രാർത്ഥന കൂട്ടി കൂട്ടി വെച്ച് ഓർമ്മയുടെ പുസ്തകത്തിൽ പ്രാർത്ഥന എഴുതി. ദാനിയേൽ സിംഹക്കുട്ടിൽ ചെല്ലുന്നതിന് മുൻപേ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ചോദിക്കുന്നവർ അവരെല്ലാവരും കൂടെ ദാനിയേൽ മരിക്കും, അതൊരു കാര്യമാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഭക്തൻ വൈരിയുടെ അല്ലെങ്കിൽ ശത്രുക്കളുടെ അവരുടെ ഇഷ്ടത്തിന് മരിക്കത്തില്ല. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. വൈരിയുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. തമ്പുരാൻ പിടിച്ചു. തമ്പുരാൻ സിംഹത്തിന്റെ കൂട്ടിനകത്തേക്ക് തമ്പുരാൻ ദൂതനെ അയച്ചു. പ്രാർത്ഥനയുടെ മറുപടി അയച്ചു. സിംഹത്തിന്റെ കൂട്ടിനകത്ത് നിന്ന് പിറ്റേ ദിവസം പുറത്തു വരുമ്പോ ശ്രദ്ധിച്ചേ, അവിടെ ദാനിയേലിന് പറയുന്ന വാക്കാ, ദാനിയേലേ നിന്റെ സാക്ഷ്യം ഒന്ന് പറയാമോ? ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോ എന്റെ ഹൃദയം ഇളകിയില്ല. അവസാന നിമിഷം സിംഹക്കൂട്ടിലേക്ക് കൈയും കാലും കെട്ടിക്കൊണ്ടുപോയി ഇളകിയില്ല. കൂട്ടിലിട്ടപ്പോഴും എന്റെ ഹൃദയം ഇളകിയില്ല. ഈ വചനം ചേർത്ത് പറഞ്ഞാൽ ദാനിയേൽ പറയും, ജീവനുള്ളവരുടെ ദേശത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഇടയിൽ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. ദാനിയേൽ പറയും, കുഞ്ഞെ നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, നിന്റെ ഹൃദയം ധൈര്യപ്പെട്ടിരിക്കുക. അതെ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഈ വചനം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നീ വിശ്വസിക്കു കുഞ്ഞേ, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ട എന്റെ ചർച്ചിലെ, എന്റെ സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവര്, പ്രാർത്ഥനാ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ടവർ സകലപേരെയും, ശബ്ദവീജിക്കുള്ളിൽ കേൾക്കുന്ന സകലപേരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വചനം കൈമാറി അനുഗ്രഹിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. അല്ല, വിശ്വസിക്ക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിൽ നിന്റെ ഹൃദയം ഉറക്കട്ടെ. അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നപ്പാ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ജനത്തെ അനുഗ്രഹിക്കുന്നു. ജീവന്റെ ബലമായി കർത്താവ് കൂടിയിരിക്കുന്നതിനായി, ആത്മബലമായി കൂടിയിരിക്കുന്നതിനായി സ്വന്തം പ്രാർത്ഥനകളുടെ മറുപടി അതേ കൂട്ടിവെക്കുന്ന ഓർമ്മയുടെ പുസ്തകത്തിൽ കൂട്ടിവെച്ച് മറുപടി അളന്നെടുത്ത് തരുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനയായിട്ട് ഞാൻ സ്തോത്രം സകല മാനവത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ബ്ലസ് യു, ബ്ലസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. കർത്താവിന്റെ അൽബോട് ചേർന്ന് നടക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.